ഹായ് ഫ്രണ്ട്സ്, എക്സോഡിപ്പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് പീരുമേടിലാണ് കേട്ടോ. നമ്മൾ രാവിലെ പരുന്തുംപാറയൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ ഇനി നേരെ പോകാൻ പോകുന്നത് ഇവിടുന്ന് വാഗമണിലേക്കാണ്. ലഗേജ് എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. നേരെ ഇനി വാഗമണിലെ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിതാ യാത്ര തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടുക്കി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇത് നേരെ പോകുന്നത് ഇപ്പോൾ നിൽക്കുന്നത് പീരുമേടിൽ നിന്ന് നേരെ പോകുന്നത് വാഗമണിലേക്കാണ്. ടോട്ടൽ ഇവിടെ നിന്ന് ഒരു 29-30 കിലോമീറ്ററോളം ഉണ്ട് വാഗമണിലേക്ക്. എന്തായാലും 1 മണിക്കൂർ വേണ്ട. സോ ഇവിടെ നിന്ന് കുട്ടിക്കാനം ഒരു 4 കിലോമീറ്റർ, അവിടെ നിന്ന് നേരെ വാഗമണ് നമുക്ക് ഒരു ദിവസം ഫുള്ള് കാണാനുള്ള കാഴ്ചയുണ്ട്. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് ഇറങ്ങുന്നത് കേട്ടോ. രാവിലെ പരുന്തുംപാറയും പിന്നെ അതുപോലെ തന്നെ ലാൻഡ്രം എസ്റ്റേറ്റിൻ്റെ വ്യൂ പോയിൻ്റൊക്കെ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം എഡിറ്റ് ചെയ്യണമെന്ന് എഡിറ്റ് ചെയ്തു. അതിനുശേഷം കുളിച്ച് റെഡിയായി, ഫ്രഷായി ക്യാമറയും ഫോണൊക്കെ ചാർജൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഇറങ്ങി. ഇപ്പോൾ സമയം കറക്റ്റ് 12:45 കഴിഞ്ഞു, ഉച്ചയായി. അപ്പോൾ ഇന്ന് നമ്മൾ വാഗമണ് എത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമേ ഇന്ന് കാണാൻ പറ്റുള്ളൂ. ഇവിടെ അത്യാവശ്യം ഇപ്പോൾ നല്ല വെയിലുണ്ട്, തണുപ്പൊന്നും അങ്ങനെ ഇല്ല. തണുപ്പ് ചെറിയ കാറ്റടിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യില്ല. ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. നല്ല സുഖമുള്ള ക്ലൈമറ്റാണ്. വെയിലുണ്ട്, എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ നല്ല ചൂടെടുക്കും. അപ്പോൾ നമുക്കിത് നേരെ വാഗമണിലേക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ ഏലപ്പാറ ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് ദൂരം പോകാനുണ്ട്. കുറച്ചെല്ലാം നല്ല രീതിയിൽ പോകാനുണ്ട്. 10-20 കിലോമീറ്ററോളം ഉണ്ട് ഇനിയും. ഗായ്സ്, വാഗമണിനോട് അടുക്കാറായപ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടില്ലേ? അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. കുറച്ച് കോടമഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ്. വാവ്! ഈ റൂട്ടിലൂടെ അല്ലെങ്കിൽ മൂന്നാർ റൂട്ടിലൂടെയൊക്കെ ഉള്ള റൈഡ് എന്ന് പറയുന്നത് രസമാണ്. നല്ല റോഡാണെങ്കിൽ അടിപൊളിയാണ്. എവിടെയൊക്കെ ടീ പ്ലാന്റേഷൻ ഉണ്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എനിക്കൊരു ഹോബിയുണ്ട് ഗൈസ്. പണ്ട് തൊട്ടേ ഞാൻ കുറച്ച് റോഡിൻ്റെ സൈഡിലേക്ക് ആളില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഒരു ലോഡ് പറിച്ചിട്ട് എത്തി. അതായത് നമ്മളെ ഇല പറിച്ചിട്ട് ബാഗിനകത്തിടും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അതൊക്കെ നല്ലപോലെ കൈകൊണ്ട് ഞരടി പൊടിച്ച് ചായയൊക്കെ ഇട്ട് കുടിക്കും. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. പണ്ട് മൂന്നാർ പോയപ്പോഴും അതിനുശേഷം പണ്ട് വയനാട് പോയപ്പോഴും പൊന്മുടി പോയപ്പോഴും എടുത്തു, പിന്നെ ഊട്ടി പോയപ്പോൾ എടുത്തു. ഇതന്നെ ശീലമാണ് എൻ്റെ. അതുപോലെ ഈ യാത്രയിൽ ഞാൻ എന്തായാലും മൂന്നാർ പോകുമ്പോൾ അവിടെ നിന്ന് പറിച്ചെടുക്കാം. ചുറ്റും ഭംഗിയുള്ള കാഴ്ചകൾ നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ ഒരു കുന്നുപോലെ ഇങ്ങനെ കാണുമ്പം നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ അത്. വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിൻ്റെ മുന്നിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എൻട്രൻസ് ടിക്കറ്റ് കൗണ്ടർ, ഫ്ലവർ ഗാർഡൻ, ഗ്ലാസ് ബ്രിഡ്ജ് ഇങ്ങോട്ടാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം. വണ്ടിക്കകത്തെടുത്ത് വേണ്ടാന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. ഓ, ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളത് കാണാൻ? വന്നാണോ? കേറാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല, ഭയങ്കര ബ്ലോക്ക്, നല്ല തിരക്കാണോ? അപ്പൊ പിന്നെ എല്ലാവരും പിള്ളേരൊക്കെ ബഹളം വെക്കുന്ന എല്ലാവരും കൂടി. നല്ല ബ്ലോക്കാണ് ഇവിടെ, നല്ല തിരക്കാണ്. കയറാൻ പറ്റുന്ന കണ്ടീഷൻ അല്ലെന്നാ പുള്ളി പറയണേ. ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം, കാരണം എന്താണ് നല്ല തിരക്കല്ലേ. സത്യമാർഗത്തിൽ മൊട്ടക്കുന്നാണ്. പിന്നെ അതിൽ തന്നെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഗൈസ്, വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിൽ ഭയങ്കര തിരക്കാണ്. ഈ റോഡിലെ ക്യൂ കണ്ടാൽ തന്നെ നമുക്കറിയാം. പാർക്കിങ്ങിലായാലും ടിക്കറ്റ് കൗണ്ടറിലായാലും പിന്നെ അത് കഴിഞ്ഞ് ഓരോ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് പോയാലും ഭയങ്കര തിരക്ക്. പിന്നെ ഭയങ്കര വെയിലാണ് ഇവിടെ. പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് കയറണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫീസും കൊടുക്കണം. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിനൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ 250 രൂപയാണ് അതിൻ്റെ ഫീസ്. പക്ഷേ തണുപ്പോ അല്ലെങ്കിൽ മഞ്ഞുള്ള ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കയറിയാണ്. ഇപ്പോൾ നല്ല വെയിലാണ്, നല്ല തിരക്കാണ്, നല്ല ക്യൂ ആണ്. അതുകൊണ്ട് ഞാൻ ഇത്തവണ ഇവിടെ അഡ്വഞ്ചർ പാർക്കിൽ കയറണ്ടെന്ന് വെച്ചു. ഇതാ തിരിച്ചു പോവുകയാണ്. അടുത്ത നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോവാം. ഇത് കണ്ടോ ഗൈസ്, ഓൾമോസ്റ്റ് 3/4 കിലോമീറ്ററോളം ഇതാ ട്രാഫിക്കിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹെവി ട്രാഫിക്കാണ് കേട്ടോ. നമുക്ക് എതിരെ ഒരു ബസ്സോ വലിയൊരു ലോറിയോ വലിയൊരു വണ്ടിയോ വന്നു കഴിഞ്ഞാൽ സൈഡ് പോലും ഉണ്ടാവില്ല. കണ്ടില്ലേ, ഇവരൊക്കെ മണിക്കൂർ കണക്കിനിവിടെ ഡിലേ ആയിപ്പോവും. അത് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇതിനകത്ത് കയറാനും പറ്റാത്തത്. നമുക്കിവിടെ അഡ്വഞ്ചർ പാർക്ക് കഴിഞ്ഞു, ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കിക്കൊണ്ടാണ് വരുന്നത്.
ഇതാണ്ടില്ല ഇതുപോലെ എതിരെ വല്ല വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാനേ പറ്റില്ല. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കയറി പോവാം. വാഗമണിലെ പൈൻ ഫോറസ്റ്റിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. ചുറ്റും ആൾക്കാരെന്ന് ഭയങ്കര ആൾക്കാർ. തിരക്കെന്ന് പറഞ്ഞാൽ വണ്ടി ചെറിയൊരു റോഡും അതിലൂടെ 2 വണ്ടികൾക്ക് പോകാനുള്ള സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടതാണല്ലോ, ഭയങ്കര ബ്ലോക്കും തിരക്ക്. പൈൻ ഫോറസ്റ്റിങ്ങിനാണെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി മൂന്നാർ പോകുമ്പോൾ എങ്ങനെയാണെന്നും കണ്ടു തന്നെ അറിയണം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാമറ എവിടേക്ക് തിരിച്ചാലും ഫ്രെയിം ഒരുപോലെയാണ്. അപ്പോൾ ഇവിടേക്കായാലും കാണണ്ടില്ല, ഇങ്ങനെ ആയാലും ഇപ്പുറത്തായാലും എല്ലാം ഒരേ ഫ്രെയിമായിട്ടാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ വീഡിയോ ക്യാമറയ്ക്ക് 100 രൂപയാണ് ഫീസ്. അതിപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചില്ല, ഞാനായിട്ട് പറയാനും പോയില്ല ക്യാമറ ഉണ്ടെന്നൊന്നും. അപ്പോൾ നമ്മളെടുക്കുന്ന വിഷ്വൽ ഗോപ്രോയിലാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയതിന് ശേഷമാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ പോകുമ്പോൾ ഇതുപോലെ ബാഗിനകത്ത് ഇട്ടിട്ട് കൊണ്ടുപോകണം. ഡിസംബറിൽ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് മൂന്നാറിലേക്ക് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ വാഗമൺ എത്തിയപ്പോൾ ഇവിടെ ഒരു ഉത്സവത്തിനല്ല അതാണ്ട് കണ്ടില്ലേ, ഒരു ലോഡ് ആൾക്കാർ. ഇതിനകത്ത് കയറിയപ്പോൾ കൊള്ളാം, നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റി. ഈ ചൂടത്തിന് പുറത്ത് നല്ല ചൂടല്ലേ. അങ്ങനെ പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. കണ്ട തിരക്കണ്ട, നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരാം. കണ്ട ജനങ്ങളുടെ ഒഴുക്കെന്ന് പറയണത് ഇതിപ്പോൾ ഇത്രയല്ലേ കണ്ടുള്ളൂ. ഇനി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ അടുത്ത് വണ്ടികളുടെ ഒഴുക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പൈൻ ഫോറസ്റ്റിലേക്കുള്ള എൻട്രി. ബ്ലോക്ക് ഉണ്ടോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമൺ മീഡോസിൻ്റെ മുമ്പിലാണ്. മീഡോസ് എന്ന് പറഞ്ഞാൽ മുട്ടക്കുന്ന് കേട്ടോ. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് വ്യൂസ് കാണിച്ചു തരാം. വണ്ടിയുടെ പാർക്ക് വെച്ചിട്ടാണ് വന്നത്. നമ്മൾ അധികം നേരമൊന്നും ഇവിടെ നിൽക്കുന്നില്ല, കണ്ടില്ലേ. നമ്മൾ ഇതിനകത്ത് കയറാനായിട്ട് ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ല. ഇവിടെ മുട്ടക്കുന്ന്, മീഡോസ് എന്ന് പറയുന്നത് മുട്ടക്കുന്ന്. അപ്പോൾ ഇവിടെ ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളും പിന്നെ കയാക്കിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറുന്നില്ല. കാരണം ഞാനിപ്പോൾ നേരെ പോകുന്നത് ടീ ലേക്കിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട്. കണ്ടില്ലേ, ഇതാണ് മീഡോസ്, അതായത് വാഗമണിലെ മുട്ടക്കുന്ന്. ഇവിടെ എൻട്രൻസ് ഒക്കെ ഉണ്ട്. വൈകുന്നേരം 5:45 വരെ എൻട്രി ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ബോട്ടിംഗ് സർവീസ് എന്തായാലും ഇവിടെ ഉണ്ട്. പിന്നെ അല്ലാതെ ഈ മുട്ടക്കുന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഞാനിപ്പോൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടീ ലേക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരമാണ് ഉള്ള സ്ഥലത്തേക്കാണ്. അവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല കാഴ്ചകളും കിട്ടും. പിന്നെ ബോട്ടിങ് പറ്റുമെങ്കിൽ ബോട്ടിങ്ങിൽ പോവാം. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ സഞ്ചരിച്ചടുത്ത് ടീ ലേക്കിലേക്ക് എത്തണം. ഹായ് പറഞ്ഞോ. ഹായ് പറഞ്ഞു. എവിടെ നിന്നാ സ്ഥലം? എവിടെയാണ്? ഗൈസ്, ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതുകൊണ്ട് ക്യാമറ അലോഡല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ക്യാമറയിൽ നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല, പക്ഷേ ഫോണിൽ എടുക്കാം കേട്ടോ. ഒത്തിരി സിനിമകളിലൊക്കെ ലൊക്കേഷനായിട്ട് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ വാഗമണിലെ ടീ ലേക്കാണ്. ടീ ലേക്ക് ബോട്ടിംഗ് എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതെ, യൂട്യൂബറാണ് ഞാൻ. ചാനൽ പറഞ്ഞത് ഗൈസ്, ഇവിടെ വന്നപ്പോഴത്തെ എൻ്റെ ചേട്ടൻ ഇവിടെ വെച്ച് യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ടാണ്. ഷാവേട്ടനും ഫ്രണ്ട്സും. കണ്ടില്ലേ, ഒരു ദിവസമല്ലേ ഉള്ളൂ കേട്ടോ നിങ്ങളിവിടെ? ഒരു ദിവസമുള്ളൂ. ഓക്കെ, ഫോട്ടോയിലെ വീഡിയോ ആണ്. ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ വന്നതല്ല. അപ്പോൾ പിന്നെ കയാക്കിംഗ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പം 2 പേർക്ക് പോകാനുള്ള കയാക്കുണ്ട്. അപ്പോൾ വേറെ ആരും എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ഞാൻ തന്നെ സിംഗിളായിട്ട് പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരാൾക്ക് 20 മിനിറ്റാണ് ടൈം. അപ്പോൾ അടുത്ത ആൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ്. കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഒന്നും അലോടൊന്നുമല്ല. പിന്നെ ഒരു കൈണ്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ ഗൈസ്. കണ്ടില്ലേ, നമ്മൾ നേരെ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, കണ്ടല്ലേ, വേറെ ആൾക്കാരുണ്ട്. രസമുണ്ട്. അങ്ങനെ ടീ ലേക്കിലെ കാഴ്ചകളും കയാക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം 6 മണിയോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി.
ഇനി നേരെ ഇവിടെ നിന്ന് തൊടുപുഴ റൂട്ടിലാണ് എനിക്ക് പോകേണ്ടത്. ഇത് കണ്ടോ, വാഗമണിയിൽ നിന്ന് തൊടുപുഴ റൂട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് സൺസെറ്റ്. എത്രത്തോളം ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്നറിയില്ല, അങ്ങ് ദൂരെ നോക്കി അറിയാം. ഞാനിപ്പോൾ ഉള്ളത് മൂലമറ്റത്താണ് കേട്ടോ. മൂലമറ്റത്ത് നിന്നും തൊടുപുഴ വരുന്ന റൂട്ടിൽ മൂലമറ്റത്ത് തന്നെയാണ് സെൻറ്റ് ജോസഫ് കോളേജ് എന്ന് പറയുന്നൊരു കോളേജ് ഇടയ്ക്ക് വെച്ച് കണ്ടു. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ടിൽ കയറി അവിടുത്തെ സെക്യൂരിറ്റിയുടെ അടുത്തൊക്കെ ചോദിച്ചു, അവിടുത്തെ അച്ഛൻ്റെ നിന്ന് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇവിടുത്തെ കോളേജിൻ്റെ ബാസ്കറ്റ് ബോൾ കോർട്ടിൻ്റെ അവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, വേറെ ശല്യമൊന്നുമില്ല. നല്ല വിശാലമായ ഷോറൂം എന്ന് പറയുന്നത്, നല്ല വിശാലമായ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. ഇനി നമ്മൾ നാളെയാണ് ഇവിടെ നിന്നും നേരെ തൊടുപുഴ, അവിടെ നിന്ന് ആനിയടിക്കുത്ത് വെള്ളച്ചാട്ടം, അവിടെയും പോയിട്ട് പിന്നെ മൂന്നാറിലേക്ക് പോകുന്നത്. കണ്ടില്ലേ, ഇന്ന് സേഫ് ആയിട്ടുള്ളൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അവിടുത്തെ വിഷ്വൽസ്. അങ്ങനെ സെൻറ്റ് ജോസഫ് കോളേജ് മൂലമറ്റത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. ഇന്ന് നൈറ്റിലെ സ്റ്റേ ഇവിടെയാണ്. നല്ല ഭംഗിയുണ്ട്, കണ്ടില്ലേ, ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ലപോലെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. ഗൈസ് കണ്ടില്ലേ, നമുക്ക് ഇന്നത്തെ നൈറ്റിലെ ഫുഡ് ബ്രെഡും ജാമുമാണ് കേട്ടോ. ബ്രെഡും പൈനാപ്പിൾ ജാമും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഫോൺ അത് മേളിൽ ഇരിപ്പുണ്ട്, ലൈറ്റ് ഇവിടെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയാണ് വെച്ച് കഴിക്കുന്നത്. ടെൻ്റൊക്കെ അവിടെ കിടപ്പുണ്ട്, അവിടെ ഇരുട്ടാണെന്നും അറിയുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, യാത്രയിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസും ഉണ്ടാകും. നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. ചൂടാണെന്നേ ഉള്ളൂ കേട്ടോ, തണുപ്പില്ല. പിന്നെ ഫുഡ് ഇത് തന്നെയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ മൂന്നാറിലേക്കുള്ള യാത്രാവിശേഷങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.